ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, ആലപ്പുഴയിലേക്ക്. നടന്നു പോകുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ ബസ്സിലോ വല്ലതും ആണ് പോകുന്നതെന്ന്. എങ്കിൽ അല്ല കേട്ടോ, ഞാൻ ബോട്ടിലാണ് പോകുന്നത്. ബോട്ട് കാത്ത് നിന്നപ്പോഴാണ് അക്കച്ചിയും മുന്നാപ്പിയും ജിതിൻ ചേട്ടനെയും കണ്ടത്. അപ്പോഴേക്കും ഞങ്ങളുടെ ബോട്ടും വന്നു. ഞങ്ങൾ ബോട്ടിൽ കയറുകയും ചെയ്തു. ആദ്യമൊക്കെ ബോട്ടിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവനെയും കൊണ്ട് കയറണ്ടേ. പിന്നെ കയറി 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 ഇപ്പം അതങ്ങ് ശീലമായി. അതുകൊണ്ട് തന്നെ ഇപ്പം ബസ്സിൽ പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ ബോട്ടിൽ കയറിയ പാടെ ഡൂഡും അങ്ങ് ഉറങ്ങും. പിന്നെ ഞാൻ ഫോണൊക്കെ നോക്കിയിരിക്കും. എന്നാലും റേഞ്ചൊന്നും കിട്ടിയില്ലെങ്കിൽ വെറുതെ വെള്ളമൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് എവിടെയോ വെച്ച് ഞങ്ങളെ ഒന്ന് പിടിച്ചിട്ട് കേട്ടോ ബോട്ട്. എന്തോ വേസ്റ്റ് കളയാനാന്നാ പറഞ്ഞ്. അപ്പോഴേക്കും ദേ ഡൂഡു ഉണർന്നു. ഞാൻ ബോട്ടിലാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നല്ല കാറ്റായിരിക്കും അല്ലേ എന്ന്. പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അത്ര കാറ്റൊന്നുമില്ല, ചെറിയ കാറ്റടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ബസ്സിൽ പോകുന്ന അത്രയും നമ്മൾ ടയേർഡാവില്ല. ബസ്സിലെ പോലെ അലച്ചിലൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോകാം. കുറച്ച് വെള്ളമൊക്കെ കണ്ടു പോകാം, ആൾക്കാരെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും. പിന്നെ ബോട്ടിൽ പോകുമ്പോൾ സ്റ്റോപ്പ് ഏതാ സ്ഥലം ഏതാ ഒന്നും അറിയത്തില്ലല്ലോ. ഡൂഡു ഉണർന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഒന്ന് ചാർജായി വരാൻ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കണ്ട് ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഈ തെങ്ങുകളൊക്കെ കാണുമ്പോഴാണ് കേരളത്തിന് എങ്ങനെയാണ് പേര് വന്നതെന്ന് എവിടെയോ പഠിച്ചത് ഓർമ്മ വരുന്നത്. അങ്ങനെ പോയി കുറേ കായലിലേക്ക് കയറുമ്പോഴത്തേക്കും ഹൗസ് ബോട്ടുകൾ കാണാൻ തുടങ്ങും. ഇന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഹൗസ് ബോട്ട് കുറവാന്ന് തോന്നുന്നു. നോർമലി ഇതുപോലല്ല, നല്ല പോലെ കാണും. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. മഴക്കാലത്ത് എങ്ങനെയാണാവോ ഇവർ സർവൈവ് ചെയ്യുന്നത്, ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. അങ്ങനെ നമ്മൾ ആലപ്പുഴ അടുക്കാറായി എന്നുള്ളൊരു സൂചനയാണ് ഈ ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടുകളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും വലിയ വലിയ ബോട്ടുകളും കാണുന്നത്. ഇതൊക്കെ നമുക്ക് നോക്കിയിരിക്കാം. പിന്നെ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഫോണിൽ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. അമ്പലം എത്തിയാൽ അതൊരു അടയാളമാണ് എനിക്ക്. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പും എത്തി, നമ്മൾ ഇറങ്ങുകയും ചെയ്തു. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. അതിപ്പോൾ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തിരിക്കുവാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ.